ചൈനയുടെ ഒരു മിസൈലാണിത്. ഇന്നലെ രാത്രി പാകിസ്ഥാൻ തൊടുത്ത ഒരു മിസൈല് പൊട്ടാതെ അല്ലെങ്കിൽ അത് ഉപയോഗശൂന്യമായി ഹോഷിയാർപൂറിൽ വീണ് കിടക്കുന്ന ദൃശ്യങ്ങളാണിത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇത് ഒരു ചൈനയുടെ ഈ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ആയുധങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. സ്വാഭാവികമായിട്ടും ഇത് ഇന്ത്യയുടെ സേനയ്ക്കും അതോടൊപ്പം DRDOയ്ക്കും ഒക്കെ തന്നെ ഒരു വലിയ ഒരു ഉപകാരമായിരിക്കും. ഈ ഒരു മിസൈൽ ഇങ്ങനെ തന്നെ വളരെ ഇൻടാക്റ്റായിട്ട് കിട്ടുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇതിലെന്താണ് എന്നുള്ളത് പൊളിച്ചു നോക്കി പഠിക്കാനുള്ളൊരു സാഹചര്യം സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്കും താല്പര്യം കാണും. ചൈനയുടെ ഈ PL-15 എന്ന് പറയുന്ന ഈ മിസൈൽ കൊണ്ടുള്ള അത് നിർമ്മിച്ചിരിക്കുന്ന രീതി, അതിൻ്റെ സംവിധാനങ്ങൾ, സർക്യൂട്ടുകൾ തുടങ്ങിയവയുടെ കാര്യത്തിൽ. പക്ഷേ ഇതൊരു വലിയ കണ്ടെത്തലാണ്. അതായത് പൊട്ടിത്തെറിക്കാത്ത ഒരു മിസൈൽ അതോട് ലൈവായിട്ട് ലഭിക്കുക എന്നുള്ളത്. പക്ഷേ ഇതിലേറ്റവും അപകട സൂചന എന്നുള്ളത് സാധാരണ ഇത്രയും മിസൈലുകൾ സാധാരണ തൊടാറില്ല. ഇതിപ്പോൾ പോലീസ് ആണെന്നൊന്നു, ഹോഷിയാർപൂർ പോലീസാണ് സമീപമുള്ളത്. ഇതിപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ സേനയ്ക്ക് കൈമാറും. അപ്പോൾ ചൈനയുടെ ആയുധങ്ങളുടെ അല്ലെങ്കിൽ ചൈന പാകിസ്ഥാന് കൈമാറിയ ആയുധങ്ങളുടെ മേന്മ, ഗുണനിലവാരം ഇതൊക്കെ തന്നെ വലിയ ചർച്ചകളാകുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ലാഹോറിൽ അവർ സ്ഥാപിച്ചിരുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഇന്നലെ ഇന്ത്യ പൂർണ്ണമായി തന്നെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അത് ഇന്ത്യ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും കൂടി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന. ഹോഷിയാർപൂരിന്റെ ദൃശ്യങ്ങളാണ്. ചൈനീസ് നിർമ്മിത മിസൈലാണ് പഞ്ചാബിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതും പൊട്ടിത്തെറിക്കാത്ത മിസൈൽ. നമ്മുടെ സേനാ വിഭാഗങ്ങളെ സംബന്ധിച്ചും മിസൈൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ചും ആ മേഖലയിലെ വിദഗ്ധരെ സംബന്ധിച്ചുമൊക്കെ എന്താണ് ഇതിന്റെ സാങ്കേതിക വിദ്യ എന്നതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മിസൈലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ചൈനീസ് നിർമ്മിത മിസൈൽ ആണ് എന്നതാണ് അവിടെ നിന്ന് വരുന്ന വിവരം.